നമ്മൾ വന്നിരിക്കുന്ന കവിയൂർ ഗുഹാക്ഷേത്രത്തിന് മുമ്പിലാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. പത്തനംതിട്ട കവിയൂരിലാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ലയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ടുകൾ കയറി വേണം മുകളിലെത്താൻ. എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗുഹാക്ഷേത്രമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മാത്രമാണ് ഇവിടെ നിത്യപൂജ ഉള്ളത്. അത് രാവിലെ 6 മുതൽ 7:30 വരെയാണ് സമയക്രമം. തിങ്കളാഴ്ച ഇവിടെ പൂജാവിധികളൊന്നും ഉണ്ടായിരിക്കുന്നതുമല്ല. ഇവിടെ പ്രതിഷ്ഠയുള്ളത് ശിവലിംഗമാണ്. ഏകദേശം 3-3.5 അടിയോളം ഹൈറ്റ് വരുന്ന ഒരു ശിവലിംഗമാണ് പ്രതിഷ്ഠയായിട്ടുള്ളത്. പിന്നെ ഉപദേവതയായിട്ട് ഗണപതിയും ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് ക്ഷേത്രക്കുളമാണ്. ഈ വേനൽ ചൂടാൽ ഇതെല്ലാം വറ്റി വരണ്ട് കിടക്കുകയാണ്. മഴക്കാലമാകുമ്പോൾ മേലിൽ നിന്നുള്ള പാറയിൽ നിന്നുള്ള വെള്ളം ഊരി ഈ ക്ഷേത്രക്കുളം നിറയുകയും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തൂടെ ഒരു ചെറിയ അരുവി പോലെ മുമ്പിലേക്ക് ഒഴുകുകയും ചെയ്യാറുണ്ട്. പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ടും ഈ ക്ഷേത്രത്തിനൊരു ഐതിഹ്യം പറയുന്നുണ്ട്. അവരുടെ ഒളിവ് സമയങ്ങളിൽ ഈ ക്ഷേത്രത്തിലാണ് ചെലവഴിച്ചതെന്നും പറയപ്പെടുന്നു. കേരള പുരാവസ്തു വകുപ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടി ചേർന്നിട്ടാണ് ഈ ക്ഷേത്ര നടത്തിപ്പ്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള ഈ പാറക്കെട്ടുകൾ കാണാനായിട്ടാണ്. ആ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാറക്കെട്ടുകളുടെ മേലിൽ കയറി നിന്നാൽ ആ ചുറ്റുമുള്ള പ്രദേശങ്ങൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ആസ്വദിക്കാം. ഇവിടെ സൂര്യോദയം സൂര്യാസ്തമയം ഇവിടെ നിന്ന് തന്നെ കാണാം എന്നാണ് ഈ നാട്ടുകാർ നമ്മളോട് പറയുകയുണ്ടായത്. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് ഉള്ളത്. ഞങ്ങളെ അന്വേഷിച്ച ഒരാൾ ഇവിടെ എത്തുകയുണ്ടായി. അല്പം കുശലം അതിനോടുമായിട്ട് ബാക്കി ഞങ്ങളുടെ വീഡിയോ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെയും മുമ്പിലേക്ക് തന്നെ പോയി. നല്ല മനോഹരമായ കുറച്ച് കാഴ്ചകളും ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ പാറക്കെട്ടുകളുടെ അടിയിലായിട്ടാണ്. ഈ പാറയിൽ നിന്നാണ് ആ കുളത്തിലേക്ക് വെള്ളവും ഒഴിച്ചു വരുന്നത്. ഞങ്ങളിവിടെ എത്തിയത് ഒരു 10-11 മണിയായപ്പോഴാണ്. ആ സമയം അത്ര നല്ല സമയം കഴിച്ചാൽ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് രാവിലെ വന്ന് പൂജയും കണ്ട് തൊഴുതിട്ട് അല്പനേരം ആ പാറപ്പുറത്തൊന്ന് വിശ്രമിച്ച് പോകുന്നതായിരിക്കും നല്ലതെന്നാണ്. ഏതായാലും ക്ഷേത്രത്തിൽ വരുന്നവരെ ഒരിക്കലും മിസ്സാക്കില്ല ഈ പാറയുടെ മണ്ടയ്ക്കൂടെയുള്ള ഈ യാത്ര. ഇതാണ് ആ ചെറിയ വഴികൾ. നേരെ പാറയിലേക്ക് വരുന്നു. അവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ധ്യാനത്തിലിരുന്നിട്ടും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ശാന്തതയുണ്ട്. അന്തരീക്ഷത്തിൽ വലിയ ശബ്ദമാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സ്ഥലം. കുറച്ച് ഒരല്പസമയം ഇരുന്ന് വിശ്രമിച്ച് പോകാൻ പറ്റുന്ന ഒരിടമായിട്ട് എനിക്ക് ക്ഷേത്രം തോന്നി. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. ഞാനേതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞങ്ങളൊരല്പസമയം ഏതായാലും ഈ ഉച്ചയ്ക്കാണെങ്കിൽ പോലും ചെറിയ കാറ്റുള്ളതുകൊണ്ട് ഒരു തണലത്ത് മാറി കുറച്ച് ഇരുന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ ആം സൈനിങ് ഓഫ് ഫ്രം GK Snapshot.